ദേവുട്ട രാവിലെ തന്നെ എണീച്ചല്ലേ? ബാക്കി രണ്ടാളും എടുത്തു മുകളിൽ ഉറങ്ങുന്നുണ്ടല്ലേ? എന്താ വേറെ ഒരാളെയും കൂടി കാണിച്ചേ. ഓക്കെ കിടന്നുറങ്ങുന്നു. എണീക്കേണ്ട കൂട്ടമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ട്രക്കിങ്ങിന് പോകാൻ അവർ വിളിച്ചിന്. അപ്പോൾ പോകണ്ടേന്ന് ബയ്യ പോകാന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. എന്താ രാവിലത്തെ സീനറി കാണിച്ചു തരാം കേട്ടോ. അടിപൊളി അവിടുത്തെ രാവിലത്തെ സീനറിയാണ്. ഓക്കെ എന്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ. നേരത്തെ എണീച്ച് ഇതിനേക്കാളും നല്ല വ്യൂ കിട്ടുമായിരുന്നു. പക്ഷെ നമ്മളെപ്പോൾ ലേറ്റായിട്ടേ എണീക്കും. അതുകൊണ്ട് ഈ ഒരു വ്യൂയേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൂട്ടാ എടുത്തു. അപ്പൂട്ടനെ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന് മാറിക്കിടക്കുന്നത് കേട്ടോ. അതിങ്ങനെ ഒരു സ്ഥലമായതുകൊണ്ടാണ് മാറിക്കിടക്കുന്നതല്ലേ, മാറിക്കിടക്കൊന്നുമില്ല. അപ്പോൾ ഇതെന്ത് കിടത്താടാ കിടക്കുന്നു? തല ഇങ്ങനെ ഒടിച്ചു വെച്ചിനി. എവിടെയാ ഉള്ളേ നമ്മൾ? എണീക്ക്, ട്രക്കിങ്ങിന് പോണ്ടേ? മമ്മി റെഡിയായി കേട്ടാ, ഏട്ടനും റെഡിയായി. ഇനി നിങ്ങൾ മൂന്ന് കുളിക്കൊന്നും വേണ്ട, നമുക്ക് സ്വിമ്മിങ് പൂളിൽ പോയിട്ട് കുളിക്കാം ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ ആ വാറ്റാപ്പില്ലി ആ അച്ഛനെ വേഗം വിളിക്കുമ്പോൾ തന്നെ വേഗം എണീക്കും അല്ലേ? ഏച്ചിയാന്ന് മടിച്ച് തല നോക്കണേ മുട്ടല്ല. എല്ലാം വെല്ല സംഗതി രാവിലെ കേട്ടാ. രാവിലെ അല്ല 9 മണി. ഞാനിക്കല്ലേറ്റെ ബാക്കിയെല്ലാവരും നേരത്തെ എണീച്ചല്ലേ? റെഡി ആയല്ലേ? അപ്പൊ ഇനി നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പോകണം. പിന്നെ അച്ഛൻ വേറെ പരിപാടി ആദ്യം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോണം. പിന്നെ എന്തല്ല നമ്മള് മറ്റേ സ്ലൈഡ് കണ്ടിട്ടില്ലേ? അവിടെ ആ സ്ലൈഡ് എന്തെല്ലാം ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പിന്നെ താഴെ വാട്ടർഫോൾ ഉണ്ട്. അപ്പൊ അവിടെ എല്ലാം പോണേ മമ്മി. പിന്നെ ഒരു വലിയ പാലത്തും ശരി. എന്നാ പിന്നെ ട്രക്കിംഗ് എല്ലാം പോകാൻ പറ്റും നോക്കാം. നമ്മളേതായാലും ലേറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഇറങ്ങി നോക്കല്ലേ മമ്മി ആദ്യം. എന്നാ പിന്നെ പാവട്ടോ എടാ ഇതെന്ത് ചീറ്റടച്ചു നമ്മളെ പല്ലിന് വെളുത്ത പല്ലായ കറുത്ത പല്ലെല്ലാം പോയിട്ട് പുതിയ നല്ല വെളുത്ത പല്ല് വരുന്നുണ്ടല്ലോ. ചിന്തിക്കാതെ കോടയില്ല, മഞ്ഞുമില്ല, കാടുണ്ട്, നല്ല കാടിതാ, വിശാലമായ കാടിങ്ങനെ കിടക്കുന്നുണ്ട്. എടാ മതിയടച്ചു. നടന്നോ നടന്നോ, അതും ഇപ്പൊ നടന്നോ. നമ്മളെ എന്നാ ട്രക്കിംഗ് ഇല്ല? എത്ര മണിക്ക്? ഓ അത്രേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ നല്ല ട്രീ ഹൗസ് നോക്കിയാട്ടെ, സുന്ദരക്കുട്ടപ്പൻ. അത് കയറി നോക്കുന്നതാ. ഹൗസിലൊന്ന് കയറാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണെന്നൊന്ന് കാണാമല്ലോ. മമ്മി കാണാൻ വരുന്നാ? വെരി ബ്യൂട്ടിഫുൾ കേട്ടോ. ഇവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ഗംഭീര സൈറ്റാണല്ലോ മമ്മി. ഇതിലാളൊന്നുമില്ലപ്പാ. ഓ ഇത് ലോക്കടാപ്പാ. താഴെ നല്ല സ്വിമ്മിംഗ് പൂള്, ഇവിടെയും അതേപോലെ മനോഹരമായ കാഴ്ച അല്ലേ? ജാനു നമുക്ക് ഇവിടെ താമസിക്കണ? ഇവിടെ വേണ്ട. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കേണ്ട പരിപാടി. സ്മൈൽ മാമി, അച്ചു സ്മൈൽ. ഇത്ര വേണ്ട, ചെറിയ സ്മൈൽ. എന്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്തിൻ്റെ അവസ്ഥ? നല്ല ഫുഡാ? ഇഷ്ടമാണ്. അച്ഛോ ഇഷ്ടമാണ് അച്ഛന്? ഇന്നലത്തെ എന്തുണ്ട് റൂം താമസമൊക്കെ എങ്ങനെയുണ്ട് അനുഭവം? നല്ല തണുപ്പായിരുന്നു എല്ലാവർക്കും കിട്ടല്ലേ? ഓഫാക്കി ചെയ്തല്ലേ? നമ്മളെ ട്രക്കിങ്ങിന്റെ വണ്ടി ഇതാ റെഡി ആയിട്ടുണ്ട്. വണ്ടി നോക്കിയട്ടെ, നല്ല സുന്ദരം വണ്ടി കേട്ടാ. സത്യം പറയല്ല, ലൈഫിൽ ആദ്യമായിട്ടാണ് മക്കളെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഒരു ട്രക്കിങ്ങിന് പോകുന്നത്. അപ്പം നല്ലൊരു പേടിയുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ഇതാ ട്രക്കിങ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. വണ്ടി കൂടുതലായി ശ്രുതി ഇതാ പേടിച്ചിരിക്കുന്നുണ്ട്. അച്ഛോ
സുധി പൊന്നോയ് ആ ഇതാ കയറി കൊന്നു. മതി മതി ഇനി നല്ല റോഡ് തിരിച്ചു പോയത് കേട്ടോ. ഇവിടെ പോണ്ട. എന്തിന്റെ യാത്ര ഇഷ്ടായിനാ? ഇല്ല, സത്യം പറഞ്ഞിട്ട് മമ്മി എന്തിന്റെ അവസ്ഥ? പൊന്നെ ഇതെല്ലാം ഭയങ്കര ഇഷ്ടം. എന്തായാലും സംഗതി ഒരു വല്ലാത്തൊരു അനുഭവം കേട്ടാ. കുറച്ചു ദൂരെ വന്നിട്ടുള്ളൂ. ഇതുപോലെ കുറെ ദൂരം പോയിട്ടെങ്കിൽ കണക്കന്നെ എന്നതല്ല പുറത്തു വരും. ശ്രുതി ആദ്യം ചിരിച്ച പിന്നീട് മുഖുകൊണ്ട് പേടിച്ചിട്ട് എനിക്ക് പേടിച്ചില്ല. ഇങ്ങോട്ടെത്തുമ്പോ എനിക്കിത് പേടി ജീപ്പാണ് ചെരിഞ്ഞു പോകുന്നത്. നമ്മളിപ്പോൾ ട്രക്കിങ് കഴിഞ്ഞ് ഇത് റിസോർട്ടിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും കുറേ താമസിക്കേണ്ട ഇതുപോലെ ഏറുമാടമുണ്ട്. പിന്നെ ഈ ചെറിയ ചെറിയ ടെൻറ്റുകളുണ്ടല്ലോ, അങ്ങനത്തെ ചെറിയ ടെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നി ടെൻറ്റെല്ലാം കാണാൻ നല്ല സുഖമുണ്ട്. പക്ഷേങ്കിൽ രാത്രിൻ്റെ ഉള്ളിൽ താമസിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരിക്കുക. ഒരു ഇടുങ്ങി പോലെ ഉണ്ടല്ലോ, ശ്വാസം മുട്ടും പോലെ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത യാത്ര ഉണ്ടല്ലോ നേരെ പൈതൽ മലക്കേക്കാണ്. പൈതൽ മലേൻ്റെ മുകളിലല്ല, ആ പൈതൽ മലേൻ്റെ താഴത്തേക്ക്. അപ്പോൾ അവിടത്തേക്കുള്ള യാത്ര നല്ല സുഖമാണ് കേട്ടോ. നോക്കിയാട്ടെ, നല്ല കാറ്റും വെളിച്ചം കൊണ്ടുള്ള യാത്ര. ആ ഓഫ് റോഡ് എന്നുള്ള ഓട്ടത്തിലുണ്ടല്ലോ കുലുങ്ങി മേലും കയ്യിലൊന്നും ഇളകി തന്നെ. അപ്പോൾ ഇതുവഴിയുള്ള യാത്ര നല്ല സുഖകരമായിട്ടാ. അങ്ങനെ നമ്മൾ പൈതൽ മലേൻ്റെ താഴെ എത്തിയട്ടാ. ഇവിടുന്ന് ആ മോളിൽ കാണുന്നതാണ് പൈതൽ മല. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ സമയം നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നേരം കൂട്ടി എന്നിട്ട് ഇവിടെ നിന്ന് നേരെ റൂമിലേക്കാണ് നമ്മൾ വിട്ടേട്ടാ. ഓഫ് റോഡിൽ വിട്ടിട്ടില്ലേ, നല്ല റോഡിലേക്ക് വിട്ട് റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് ഇവിടെ ഇതാ ഇങ്ങനെ കുറേ സംഗതികൾ കാണാനുണ്ട് കേട്ടാ. നോക്കിയേട്ടെ, പാമ്പ്, ഈ വളർത്തുന്ന പാമ്പാന്നേ, ചുമ്മാ കഴുത്തിലൊക്കെ അങ്ങ് ചുറ്റിയേ നോക്കുമ്പോഴത്തേക്കുള്ള അവസ്ഥ കേട്ടെ ആകെ രോമാഞ്ചായിപ്പോയി ഇക്ലിയായിട്ട്. ഇതാ അച്ചുട്ട് നോക്കുക പപ്പക്ക് എന്താ പറ്റിയെന്ന്, കയ്യെല്ലാം മുള്ളു പോലാന്ന്. അപ്പോൾ ഇങ്ങനെ പാമ്പ് കാര്യങ്ങളുണ്ട്. പിന്നെ കുട്ടിക്ക് കാണും ഇതുപോലെ ചെറിയൊരു ഡൈനോസർ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരുപാട് കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടിയൊക്കെ അതെല്ലാം കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഇത് നോക്കിയാൽ ടർക്കി കോഴിനാട്ടം പറയുന്ന സാധനമല്ലേ ഇത്. അപ്പോൾ ഇങ്ങനത്തെ കാണുമ്പോൾ ഒരു സുഖം. ഞാൻ പറഞ്ഞില്ലേ വലിയ മൃഗശാല പോലെ ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ മലേൻ്റെ സൈഡിലായിട്ട്. പിന്നെ ഇതൊരു വലിയ നായ കേട്ടോ, റോട്ട് വീൽ റാൻഡാണ്. പിന്നെ ഇത് ജല്ലിക്കെട്ട് കാളെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ജല്ലിക്കെട്ട് കാള കുറച്ച് ചെറുതാന്ന് തോന്നുന്നു. ഇത് വലിയൊരു സൈസ് സാധനം കേട്ടോ. ശരിക്കും എൻ്റെ അടുത്ത് പോകുന്ന തന്നെ പേടിയാവും കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെ കുറച്ച് മൊയലുകൾ, ഇതെല്ലാം കുറേ ദൂരെയാണ്. നമ്മൾ നടന്ന് ഓരോന്നിൻ്റെക്ക് എത്തണം. അപ്പോൾ ഒരു നല്ല സുഖം കേട്ടോ ഈ കാടിൻ്റെ ഇടയ്ക്ക് കൂടെ നടന്ന് അവിടെ എത്തുമ്പോൾ. ഇതാ പിന്നെ കുറേ പ്രാവുകൾ. ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഈ റിസോർട്ടിൽ ഇതെല്ലാം കാണുമ്പോൾ നമുക്കെന്തോ ഒരു സുഖമുണ്ട്. അത് ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ചെറിയ സംഭവങ്ങളായാലും അതെന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചകളായിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പം മക്കളൊക്കെ ഇതിൽ ഭയങ്കര എൻജോയ് ചെയ്യാമെന്ന് ഇങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ കണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടേട്ടാ.